മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ മാരിയ ജോസഫിനെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മാരിയയുടെ ചില കള്ളത്തരങ്ങളെ പറ്റി വീഡിയോസുകൾ ചെയ്യുകയും അതിൻ്റെ പേരിൽ കുറേ മാരിയോ ഫാൻസ് അസോസിയേഷൻ കുറേ തെറി വിളിക്കുകയും അവർ ചെയ്യുന്ന ചാരിറ്റിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും പല പരിപാടികളൊക്കെ എനിക്കെതിരെ നടത്തിയായിരുന്നു. അത് അന്ന് ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ ഇന്ന് ഞാനത് അങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു. അത് വേറൊരു വശം. മാരിയോയുടെ വിഷയങ്ങൾ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞു, ഈ വിഷയങ്ങൾ വന്നപ്പോഴത്തേനും ഇതിൻ്റെ ക്ലിപ്പൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പറഞ്ഞു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അവരുടെ കുടുംബ പ്രശ്നമാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി. അതിനിടയിൽ കയറി ഒരു വീഡിയോ ചെയ്ത് 10 ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മാരിയോ ഒരു വീഡിയോ ചെയ്യുന്നത്. മാരിയോയും കൂട്ടരും ആ വീഡിയോ ചെയ്ത് പുറത്തേക്ക് വിട്ടപ്പോഴത്തേനും കാര്യം മനസ്സിലായി, ഇത് കുടുംബ പ്രശ്നമല്ല, പല കുടുംബത്തിലുള്ളവരുടെ കാശ് ഊറ്റിയ വിഷയമാണ്. പല കുടുംബത്തിലുള്ളവരുടെ കാശ് ഊറ്റി ഊറ്റി കാശിൻ്റെ ഇത് കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചുണ്ടായ പ്രശ്നമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പലരും ഇവരെ പറ്റി സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഇടുന്നത് കണ്ടു. അവിടെയെല്ലാം ചില വെളുപ്പീരുകാർ കിടന്നു ഭയങ്കര വെളുപ്പിക്കല. അയ്യോ മാരിയോ കണ്ണ് നിങ്ങളുടെ ഉണക്കമുന്തിരി പച്ചമുന്തിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വഹാബ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ കിടന്നുകൊണ്ട് ഭയങ്കര ഇതാണ്. അത് വഹാബിന്റെ വിഷമം എന്താണെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, മാരിയോ ഇസ്ലാമിൽ നിന്ന് ക്രൈസ്തവതയിലേക്ക് വന്നിട്ട് ഇത്രയും സെറ്റപ്പായി. ഈ വഹാബിനും അത്ര ആകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമാണ്. കണ്ണൂരങ്ങാണ്ടുള്ള പുള്ളിക്ക് അത്ര ആകാൻ പറ്റിയില്ല. അതുകൊണ്ട് മാരിയോയെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാരിയോയുടെ ഇത്തരം തരികിട പരിപാടികളെയൊക്കെ ആരെങ്കിലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എങ്ങാനും എടുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ വഹാബ് വന്നിട്ട് പറയും പച്ചമുന്തിരിയാണ്, ഉണക്കമുന്തിരിയാണ്, നിങ്ങൾക്കത് പുളിക്കും എന്നൊക്കെ. കാരണം എന്താ, പുള്ളിയുടെ ഉള്ളിലെ ആ ഒരു വിഷമമാണ്. പുള്ളിക്ക് അവിടെ വരെ എത്താൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം ഒരാൾ എത്തിപ്പെട്ടു, പുള്ളിക്ക് അവിടെ വരെ എത്താൻ പറ്റില്ല. അതിൻ്റെ കുശുമ്പ് അസൂയ എന്നൊക്കെ പറയില്ല. അത് കാരണമൊക്കെ അത്തരത്തിലുള്ള കുറേ എണ്ണമുണ്ട്, കുറേ ജന്മങ്ങളുണ്ട്. കാശ് ഊറ്റിപ്പോയ കുറേ എണ്ണമുണ്ട്. കാശ് ഊറ്റിപ്പോയതിൻ്റെ വിഷമം അങ്ങോട്ട് തീരണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇതേപോലെ വന്ന് കിടന്നുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് മെഴുകണം. ആ മെഴുകുമ്പോഴത്തേനും മറ്റുള്ളവർ വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്ന എന്തായിരിക്കും, ഇവന്റെ കാശ് പോയിട്ടില്ല, ചുമ്മാതാ അവിടെ വന്ന് മാരിയയ്ക്ക് വേണ്ടി മെഴുകുന്നവരുടെയാണ് കാശ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെ കാശും പോയി മാനവും പോയി എല്ലാം പോയി നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഈ ഊറ്റി കൊണ്ടുപോയവരോടല്ല, ഊറ്റാൻ വേണ്ടി നിന്നു കൊടുത്ത നിങ്ങളോട് പറയുകയാണ്, ഇവർ ചെയ്ത കുറേ ചാരിറ്റി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത കാശിന് അവരതെല്ലാം അവരൂറ്റിയതാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം കിട്ടുന്ന കാശിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തൊന്നുമില്ല, കിട്ടുന്ന കാശിനുള്ളത് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കൂ. ഇല്ല കാതികനായിട്ടുള്ള ഇന്നസെന്റ് പറഞ്ഞ കണക്ക് നിങ്ങൾ അങ്ങോട്ട് നോക്കൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന കണക്ക് 5, 3, 8 വീട് കാണിക്കുന്നതല്ല, കൊടുത്ത കാശിന് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഞാൻ എന്തൊക്കെയാണൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ ഈ മാരിയോട് ഇന്നത്തെ ഈ വിഷയം ഞാൻ പറയാൻ വന്നതിൻ്റെ കാരണം, ഈ മാരിയോടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തേനും മാരിയോ പോയി ഷാജൻ സ്കറിയയ്ക്ക്, മറുനാടൻ ഷാജൻ സ്കറിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് മാരിയോ പറയുന്നത് കണ്ടു. മാരിയോ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ ഖുറാനിൽ ക്രിസ്തുമതത്തെ പറ്റി എടുത്തു പറയും. അത് കാരണമാണ് ഇദ്ദേഹത്തെ ഓരോരുത്തരും മൗദൂദിയാക്കിയത്, അല്ലെന്നുണ്ടെങ്കിൽ ജിഹാദിയാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നുണ്ട്. ഉള്ളിലെ കരച്ചിൽ നമുക്കറിയാൻ പറ്റും. ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞത്. പക്ഷെ മാരിയോ പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പതിയെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാം. ഈ ഇസ്ലാം വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എത്ര കാലം എന്നായിരുന്നു? 30 വർഷം. 30 വർഷമായി. കാരണം 27
1996 ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ വരുന്നത്. ഇപ്പം 2026 അപ്പം 30 വർഷമാവില്ലേ. തിരിച്ചൊരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ല? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും പോവുകയില്ല. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ആളുകളെല്ലാം നിങ്ങളെ ഒരു ജിഹാദിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കുറച്ചു പേരുണ്ട്. അതിന്റെ കാരണം പറയാം. ഇടയ്ക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, അതായത് സുവിശേഷം പറയുമ്പോൾ ചിലപ്പം ഖുർആനിൽ എന്താണ് ക്രിസ്തുമതത്തെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് എടുത്തു പറയും. അപ്പം ഞാൻ സുവിശേഷത്തിന്റെ ഇടയിൽ ഖുർആൻ പഠിപ്പിച്ചു എന്നൊരു ആരോപണം വന്നു. രണ്ടാമത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടാവും. അപ്പം മോട്ടിവേറ്റ് ചെയ്യാൻ മുസ്ലിങ്ങൾ ഉള്ളിടത്ത് ഖുർആൻ കോട്ട് ചെയ്യും, ഹൈന്ദവർ കൂടുതലുള്ളിടത്ത് ഗീത കോട്ട് ചെയ്യും, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളിടത്ത് ബൈബിളും കോട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ 3 മതവും കോട്ട് ചെയ്തപ്പോഴേക്കും എല്ലാ മതവും ഒന്നാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു തീവ്രവാദത്തിൻ്റെ ശ്രമമാണ്, അത് നിർത്തണം. അങ്ങനെ ഈ 2 ആശയക്കുഴപ്പം ജനങ്ങളിൽ ഉണ്ടായപ്പോഴാണ് എന്നെ ഒരു മൗദൂദി എന്ന് വിളിക്കാൻ ഇടവന്നത്. അല്ല മാരിയോ, ഈ സുവിശേഷം ഇങ്ങനെ കടന്നുകൊണ്ട് പറയല്ല. ഈ സുവിശേഷം എന്താണ് മാരിയോ? താങ്കൾക്ക് സുവിശേഷം പറയാൻ അറിയാമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കള്ളത്തരത്തിനെതിരെ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ചേട്ടായിയും കുട്ടൂസും കൂടെ വന്നിരുന്നിട്ട് എന്തു പറഞ്ഞു? ഞങ്ങൾ ഇനി സുവിശേഷ പരിപാടി അങ്ങ് നിർത്തുവാണെന്ന് പറഞ്ഞു. അയ്യോ, ഇത് കേട്ടപ്പോഴത്തേനും സോഷ്യൽ മീഡിയയിലെ കുറെ എണ്ണം ഇവരുടെ സുവിശേഷ പ്രവർത്തനത്തെ നിർത്താൻ കാരണമായിട്ടുള്ളവർ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട മഹാന്മാരും ഉണ്ട്. അത് വേറൊരു വശം. ഇവർ സുവിശേഷ പ്രവർത്തനം അങ്ങ് നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു. ഓക്കെ, സുവിശേഷ പ്രവർത്തനം നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചാരി ഊറ്റബിൾ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതായിരുന്നു. ഇപ്പം അതും ഊറ്റിപ്പരിപാടിയായേ, തീർന്നേ. അല്ല, സുവിശേഷം എവിടെ മാരിയോ പറഞ്ഞിട്ടുള്ളത്? എന്താണ് സുവിശേഷം? മാരിയോ പിന്നെ മാരിയോ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഖുറാനിൽ ക്രിസ്തുമതത്തെ പറ്റി പറയുന്നത് എടുത്തു പറയും എന്നല്ലേ മാരിയോ പറഞ്ഞത്? നിങ്ങൾ കള്ളം പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി, മനസ്സിലായോ? കാരണം ക്രിസ്തുമതത്തിൽ നിന്ന് ഒരിക്കലും പോകരുത്. ക്രിസ്തുമതത്തിൽ ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും പോകരുത്. ഞങ്ങൾ ക്രിസ്തുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ മതത്തിൽ നിന്ന് ഒരിക്കലും പോകരുത്. കാരണം നല്ല രീതിയിൽ ഊറ്റാൻ പറ്റിയ സംഭവം ഇവിടെ ഉണ്ടല്ലോ. ആരും എതിർക്കത്തില്ല, ആരും ചോദിക്കാൻ വരത്തില്ല, ആരും നിങ്ങൾക്കെതിരെ ഒരു വീഡിയോയും ചെയ്യത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോലും നിങ്ങൾക്കെതിരെ മിണ്ടത്തില്ല. ഏറ്റവും സുരക്ഷിത പാതയിലാണ് നിൽക്കുന്നത്. ഊറ്റപ്പരിപാടിക്ക് സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാരും നിങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടത്തില്ല. ശരിയല്ലേ? ഇനി താങ്കൾ പറഞ്ഞു ഖുറാൻ്റെ അകത്തുള്ളത് മുഴുവനും അങ്ങോട്ട് പറയുമെന്ന് പറഞ്ഞു. എന്ത്? ക്രിസ്തു മതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ 2 വള്ളത്തെ കാലി ചവിട്ടല്ലേ, നെടുക കീറിപ്പോവും. മനസ്സിലായോ? 2 വള്ളത്തെ കാലി ചവിട്ട്. ഒന്നെങ്കിൽ ബൈബിൾ മാത്രമാണ് സത്യം, അല്ലെങ്കിൽ ഖുറാൻ മാത്രമാണ് സത്യം. ഇതിലേതിലേലും ഒന്നിൽ നിൽക്കണം. 2 വള്ളത്തിലൂടെ കാലി ചവിട്ടിയാൽ, ഞാൻ ഈ കുട്ടനാട്ടുകാരനായതുകൊണ്ട് ഞങ്ങൾ പറയും കവ കീറി പോവാന്ന് പറയും. ഈ കവ കീറിപ്പോകുന്നതല്ലാതെ മാരിയോ ഒരു കാര്യവും നടക്കത്തില്ല. ശരിയല്ലേ? ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ മുമ്പിലിരുന്ന് ക്ലാസ് കേട്ടവരെ പഠിപ്പിച്ചായിരുന്നോ? ക്രിസ്തുമതത്തെ പറ്റി ഖുറാനിൽ പറയുന്നത് താങ്കൾ അതേ വാദം തന്നെയാണ് എടുക്കുന്നത്. പഠിപ്പിച്ചായിരുന്നോ? അല്ല, പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. ഇനിയും മോട്ടിവേഷനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് പഠിപ്പിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. 4:171 ഖുറാനിലുള്ളതാണേ. ഇത് ശരിക്കും പഠിപ്പിക്കണേ. വേദക്കാരെ, നിങ്ങൾ മതകാര്യത്തിൽ അതിരുകവിയരുത്. അല്ലാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമിൻ്റെ മകനായ മസീഹ് ഈസ അല്ലാഹുവിൻ്റെ ദൂതനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനവും അവങ്കൽ നിന്നുള്ള ഒരു ആത്മാവും മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. തൃത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. അല്ലാഹു ഏക ആരാധ്യൻ മാത്രമാണ്. തനിക്ക് ഒരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്ര. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റേതാകുന്നു. കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി. ഇത് പഠിപ്പിച്ചായിരുന്നു അവരെ. ഇതിൽ തന്നെ പറയുന്നത് തൃത്വം പറയരുത് എന്നാണ്. എന്നാൽ മാരിയോ ഇപ്പോൾ നിൽക്കുന്ന സഭ തൃത്വം നിഷേധിക്കുന്ന സഭയാണോ? അല്ലെങ്കിൽ ഇതും പിന്നെ പറയുന്നു ഖുറാനിലെ അള്ളാഹുവിനൊരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്ര എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അള്ളാഹുവിന് എന്തോ കുറച്ചിൽ പോലെയാണ് ഒരു സന്താനം ഉണ്ടെന്ന് പറയുന്നത്. ഇക്കാര്യം പഠിപ്പിച്ചായിരുന്നോ?
മാരിയോ ഇക്കാര്യം പഠിപ്പിച്ചായിരുന്നോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും പഠിപ്പിക്കണം, പഠിപ്പിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ പരിശുദ്ധ തൃത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ രീതിയിലൊക്കെയാണല്ലോ താങ്കൾ നിൽക്കുന്ന സഭ മുമ്പോട്ട് കൊണ്ടുവന്നത്. പരിശുദ്ധ തൃത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കാര്യത്തിലാണല്ലോ. ഈ തൃത്വത്തിന്റെ പാട്ടുകൾ തന്നെ നിങ്ങൾ പാടുന്നവരല്ലേ? അതിപ്പോ ഈ തൃത്വം പറയരുത്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന തൃത്വം പറയരുത് എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ട് എന്ന് നിങ്ങൾ പഠിപ്പിച്ചായിരുന്നോ? ഇല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണേ. കാരണം ഇത് ക്രിസ്തുമതത്തെ പറ്റിയാണല്ലോ. തൃത്വം എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിന്റെ ഇതാണല്ലോ. അതിനെപ്പറ്റി ഒന്ന് പറയണേ. പിന്നെ ഈസ തന്നെയാണ് യേശു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, താങ്കളുടെ പഠിപ്പീര് കേട്ട് വിശ്വസിച്ചു പോയ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഖുറാനിൽ പറയുന്ന അള്ളാഹുവിന്റെ മകനാണോ ഈസ? മുസ്ലിങ്ങൾ പറയും അല്ല എന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ? അല്ല, ഈ കള്ളത്തരത്തിന് നിങ്ങളും കൂട്ടി നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കാരണം പുള്ളിക്ക് അവിടെ ഒരു കുറച്ചിലാണ്. ഖുറാനിലെ അള്ളാഹു ആകുന്ന അവരുടെ ദൈവത്തിന് ഒരു മകനുണ്ടെന്ന് പറയുന്നത് ഭയങ്കര കുറച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് ആൺമക്കളും എനിക്ക് പെൺമക്കൾ വേണമെന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ദീനരോധനം അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയല്ലേ പഠിപ്പിക്കേണ്ടത്. ഇനി അടുത്തത് 5:73. അല്ലാഹു മൂവരിൽ ഒരാളാണെന്ന് പറയുന്നവർ തീർച്ചയായും അവിശ്വാസികളാണ്. ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. അവർ ഈ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്നുവെച്ചാൽ എന്താ? പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിലെ അതിലൊരാളാണ് അല്ലാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളാണ്. ഇസ്ലാമികളല്ല, മുസ്ലിങ്ങളല്ല, ജിഹാദികളല്ല. അവരാരാണ്? അവിശ്വാസികളാണ്. ആരാ അവിശ്വാസികള്? ക്രിസ്ത്യാനികൾ. മനസ്സിലായി? ഇത് പഠിപ്പിച്ചായിരുന്നോ? പിന്നെ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കതിന്. എന്ത് വേദനയേറിയ ശിക്ഷ? എന്ത്? മുൻകറിന്റെ നക്കറിന്റെ അടിയാ? ഖബറിൽ കിടന്നുള്ള അടിയാ? എവിടെ അടി? അതിപ്പം മുഹമ്മദ് കടന്നു കൊള്ളുന്നുണ്ട്, കൂട്ടത്തിലുള്ളവരും കൊള്ളുന്നുണ്ട്. കാരണം എന്താ? ഒരാൾ മയ്യത്തായതിൻ്റെ പേരിൽ വീട്ടിലുള്ളവർ കരഞ്ഞു കഴിഞ്ഞാൽ ഖബറിലിട്ട് മയ്യത്തിനെ ശിക്ഷിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ ഉള്ളേ എന്ന് ചോദിക്കുന്ന ഹദീസുകളുണ്ട്. മുഹമ്മദ് മരിച്ചപ്പോഴും മുഹമ്മദ് മയ്യത്തായപ്പോഴും എന്താണ്? കരച്ചിലോട് നിലവിളിയായിരുന്നു. അപ്പൊ പിന്നെ കിട്ടാതിരിക്കുവോ? അപ്പൊ മൂവരില് ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് പഠിപ്പിച്ചായിരുന്നോ മാരിയോ? ഇത് പഠിപ്പിച്ചായിരുന്നോ? ഇല്ലായിരിക്കും അല്ലേ? ഇനി അടുത്ത ആയത്ത് നോക്കൂ. 4:157. അല്ലാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷെ അവർക്ക് തിരിച്ചറിയാതാവുകയാണുണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. കിടക്കണ 8ന്റെ പണി. ഇത് പഠിപ്പിച്ചായിരുന്നോ? താങ്കൾ പറയുന്ന ഈസ തന്നെയാണ് യേശുവെങ്കിൽ 8ന്റെ പണിയാണ്. 8ന്റെ പണി. അല്ലാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ ഈ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ശപിക്കപ്പെട്ടവരായി പോയത് എന്താ? ഈസ എന്ന് പറയുന്ന താങ്കളുടെ യേശുവിനെ, ഞാൻ വിശ്വസിക്കുന്ന യേശു ഖുറാനിൽ പറയുന്ന കള്ളത്തരത്തിന് കൂട്ടിയുന്ന ഈസ അല്ല. ഞാൻ വിശ്വസിക്കുന്ന യേശു, അവന്റെ വായിൽ വഞ്ചനയില്ല, അവന്റെ വായിൽ കള്ളത്തരമില്ല. അവൻ എന്നേക്കും എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ക്രൂശിക്കപ്പെടാത്ത ഈസയെ എനിക്കറിയത്തില്ല. ഈ ക്രൂശിക്കപ്പെടാത്ത ഈസയെ എനിക്കറിയത്തേയില്ല. ഇനി താങ്കൾ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഖുറാനിൽ നിന്ന് എടുത്ത് പറയുന്നുള്ളത്, താങ്കൾ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇല്ലാത്ത ചില സമ്പതി ഖുർആനിലുണ്ട്, അതൊന്ന് പഠിച്ചോ.
യേശുവിനെ കുറിച്ച് പറയുന്ന 10 കാര്യങ്ങൾ. കൈയൊന്ന് 10 ഇങ്ങനെ നിവൃത്തി പിടിക്കാവോ? പെട്ടെന്ന് ഒന്ന് പഠിക്കാനാ സമയം തീർന്നു. കൈ നിവൃത്തി പിടിച്ചോ. ഖുർആൻ പറയുന്നു യേശു ദൈവത്തിന്റെ വചനമാണ്, യേശു ദൈവത്തിന്റെ ആത്മാവാണ്, ജനിച്ചിട്ട് 2-ാം ദിവസം സംസാരിച്ചു. യേശു ബൈബിൾ ലോകത്തിന് നൽകി, ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ നൽകി. യേശു സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോഴും ജീവിക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. 10 കാര്യങ്ങൾ ഈശോയെ കുറിച്ച് ഖുർആനിൽ പഠിപ്പിക്കുന്നതാ. ഒരു യാക്ഷുവ കയ്യടി മാക്സിമം ഉറക്കി ഒന്ന് കൊടുക്കാവോ? പോരാ, ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? ഇതിന്റെ അകത്ത് താങ്കൾ 10 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹല്ലേലൂയ അടിച്ചു വിട്ടോ എന്നൊക്കെ തെറിച്ചു വിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ജനിച്ചതിലോ, യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചതിലോ, യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചതിലോ, യേശുക്രിസ്തു ചെയ്തിട്ടുള്ള വൻ കാര്യങ്ങളിലോ ഇതിലെല്ലാം പുകഴ്ച എടുത്താലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് മാരിയ ജോസഫ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? അങ്ങനെ കൊലപ്പെടുത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ക്രൂശിച്ചിട്ടില്ലാത്ത ഒരു ഈസയെ പറ്റി പറഞ്ഞുകൊണ്ട് അത് യേശുവാണെന്ന് പറയാൻ താങ്കൾക്ക് ഉളുപ്പില്ല, നാണമില്ലേ? താങ്കൾ പറഞ്ഞല്ലോ എൻ്റെ പാപങ്ങൾക്കായിട്ട് എൻ്റെ വാരികൾക്കിടയിലേക്ക്, താങ്കളുടെ സാക്ഷ്യം വെച്ചുകൊണ്ട് ദൈവം അനുവദിച്ചാൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കള്ളത്തരം നമുക്ക് അറിയാൻ പറ്റും. ഇതിലേക്ക് കയറി എൻ്റെ വാരിയല്ലുകൾക്കിടയിലൂടെ കയറിപ്പോയിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ സംസാരമാണ് എന്നൊക്കെ പറഞ്ഞ്, കാരണം എൻ്റെ പാപങ്ങൾക്കായിട്ട് യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിച്ചിരിക്കുന്നു. അത് ഈ ലോകത്തെ എല്ലാ നാളിലും എല്ലാ കാലത്തും ഭൂമിയിൽ മനുഷ്യരുള്ളിടത്തോളം കാലം പറയണം. ആ പറയുന്നതിലൂടെയാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ആധികാരികത ഉണ്ടാകുന്നത്. നിങ്ങളീ കൊന്നിട്ടില്ലാത്ത, ക്രൂശിച്ചിട്ടില്ലാത്ത ഒരു ഈസയെ പറ്റി യേശു ആക്കിക്കൊണ്ട് പറഞ്ഞു നടക്കുന്നതല്ല മാരിയ ജോസഫെ സുവിശേഷം എന്ന് പറയുന്നത്. അത് ദുർവിശേഷമാണ്, സുവിശേഷമല്ല, അതൊരു ദുർവിശേഷമാണ്. സുവിശേഷത്തിന് നേരെ വിപരീതമായിട്ട്, ബൈബിളിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. കുറച്ചൊക്കെ ബൈബിളൂടെ വായിക്കണം. കണ്ടവന്റെ പുസ്തകം എടുത്തിട്ട് മുമ്പിലിരിക്കുന്നവരുടെ മുമ്പിലേക്ക് പച്ചക്കണ്ണാടി വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മാരിയോ. നിങ്ങൾ കാരണമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ക്രൈസ്തവ മേഖലയിൽ ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞല്ലോ 10 കൊല്ലത്തിനിടയ്ക്കെങ്ങാണ്ട് ഇത്, അതിന് ഞാൻ മറുപടി തരുന്നുണ്ട്. 10 കൊല്ലമാണ് ഈ യേശു ഈസേൻ രണ്ടാണെന്ന് വാദിക്കാൻ തുടങ്ങി. അത് ഞാൻ അടുത്ത ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡ് ഞാൻ മറുപടി തരാം, തെളിവ് സഹിതം വെച്ചുകൊണ്ട്. 10 കൊല്ലമാണോ അതോ കുറെ കാലങ്ങളായോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലായോ? അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ബൈബിളിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ബൈബിളിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഖുറാൻ്റെ അകത്തുള്ള കാര്യങ്ങളെ കോട്ട് ചെയ്യാൻ ദൈവത്തിന്റെ പുസ്തകവും ദൈവത്തിന്റെ പുസ്തകത്തിന് വിപരീതമായിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ നന്ദികേടല്ലേ ദൈവത്തിനോട് കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായത്, നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർ നിങ്ങളെ അറിയാനിടയായത്, ഒരുപാട് പേര് നിങ്ങളെ മനസ്സിലാക്കാനിടയായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്, അല്ലാതെ ഖുറാനിലെ ഈസയുടെ നാമത്തിലല്ല. പക്ഷെ നിങ്ങൾക്ക് ആ നാമത്തിലൂടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 10,27,000 ഹൂറികളെ താങ്കൾക്ക് വേണം, അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിനോട് കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണം. പക്ഷെ താങ്കൾ ഈ 2 എണ്ണത്തിലോ ഒന്നെങ്കിൽ അമ്മച്ചി പുണ്യാളിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ പാമ്പിന്റെ കൂടെ പോകും എന്ന് പറഞ്ഞാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിച്ചിരിക്കുന്നു. അതിന് തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളിടത്തോളം കാലം ഈ പുസ്തകത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു പുസ്തകത്തെ ഊട്ടുപിടിച്ചുകൊണ്ട് സംസാരിച്ചു പോകുന്നതിനാണ് താങ്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച. അതിനെ ആദ്യം എടുത്ത് പുറത്ത് കളയാം. നമുക്ക് മനസ്സിലായോ? അതിനെ ആദ്യം എടുത്ത് പുറത്ത് കളയാം. ഇനിയുണ്ട് 9:29. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ഇത് പഠിപ്പിച്ചോ? അതിൽ നിന്ന് ഖുറാനിൽ നിന്ന് കോട്ട് ചെയ്തല്ലോ. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ
അള്ളാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കും. വേദം നൽകപ്പെട്ടവരാരാ? ആ ക്രൈസ്തവര്. ആ കൂട്ടത്തിൽ അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും, എനിക്ക് തോന്നുന്നു ഈ ആയത്തിന്റെ ഭയം കാരണമായിരിക്കാം ചിലപ്പം മാരിയോ ജോസഫും കൂട്ടത്തിൽ ഇരിക്കുന്നവരും അല്ലെങ്കിൽ മാരിയോ ജോസഫിനെ അനുകൂലിച്ച് നടക്കുന്നവരും ഈ ആയത്തിനെ ഭയപ്പെടുന്നുണ്ടായിരിക്കും. ദൈവവചനത്തെ, വിശുദ്ധ വേദപുസ്തകത്തിലെ വചനത്തെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ ഖുറാന്റെ ആയത്തെ. കാരണം എന്താ? അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവന്റെ ദൂതന് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് എന്ത് ചെയ്യണം? ഈ യുദ്ധത്തെ ഭയപ്പെടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കയ്യോടെ കപ്പം കൊടുക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ടായിരിക്കും. അതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ യുദ്ധവും ഭയപ്പെടണ്ട, കീഴടങ്ങിക്കൊണ്ട് എന്ത് ചെയ്യണം? കയ്യോടെ കപ്പം അങ്ങ് കൊടുത്ത് ജീവിച്ചാലും മതിയായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെങ്ങാണ്ട് എന്തോ ഉള്ളിലൊരു ഭയം തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു തരാം, ഉള്ളിലുള്ള എല്ലാ കെട്ടും വിട്ടുപോകും, ഞങ്ങൾ പ്രാർത്ഥിച്ചു തരാമെന്ന്, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? വേദം നൽകപ്പെട്ടവരുടെ രൂപത്തിൽ അള്ളാഹുവിന്റെ അന്ത്യദിനത്തിലും ഇതൊക്കെ എന്താ പറഞ്ഞു കൊടുക്കാത്ത? ഇതൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നോ? നിങ്ങൾ പറഞ്ഞു കൊടുത്ത എന്താണെന്ന് ഞങ്ങൾ കേട്ടു. അത് ശക്തിയായിട്ട് അങ്ങോട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞുകൊണ്ട് കേട്ടു ഞങ്ങൾ. ഇനി അടുത്തത്, അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ. ആരാ ബഹുദൈവ വിശ്വാസികൾ? അള്ളാഹു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവർ, മുഹമ്മദിനെ അന്ത്യപ്രവാചകനായിട്ട് വിശ്വസിക്കാത്തവർ, ഇവരെയാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാനൊക്കെ പോയി. ഇതൊക്കെ പറഞ്ഞായിരുന്നോ? ഇതൊന്നും പണയൂല. താങ്കൾ എന്താ പറഞ്ഞതും പഠിപ്പിച്ചതെന്നുള്ളത് ദൈവം അനുവദിച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത്. ഓക്കെ, ഖുറാനിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി അടുത്തത് 9:28. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാവുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. അവരുടെ അഭാവത്താൽ ദാരിദ്ര്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണെന്നേ സത്യവിശ്വാസികളോടാ പറയുന്നത്, മുസ്ലിങ്ങളോടാ പറയുന്നത്. ഈ മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് അറിയാം ബഹുദൈവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ അശുദ്ധരാണ്, യഹൂദർ അശുദ്ധരാണ്, ഹിന്ദുക്കൾ അശുദ്ധരാണ്, പാഴ്സികൾ അശുദ്ധരാണ്, സിഖ് അശുദ്ധരാണ്, മുസ്ലിങ്ങളല്ലാത്തവർ മുഴുവനും അശുദ്ധരാണ്. പിന്നെന്തിനാണ് മാരിയോ താങ്കൾ അശുദ്ധരാണെന്ന് ചിന്തിച്ച് നടക്കുന്നവരുടെ ചെന്നിട്ട് താങ്കൾ വിശുദ്ധ പദവി ഉണ്ടാക്കാൻ പോണത്? താങ്കൾ അശുദ്ധനാണെന്ന് അവർ വിശ്വസിക്കുമ്പോൾ, വിശുദ്ധനായ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അശുദ്ധനല്ല, എൻ്റെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്നാണ് നിങ്ങൾ പ്രഘോഷിക്കേണ്ടത്. അല്ലാതെ അശുദ്ധിയിലും കള്ളത്തരവും പറഞ്ഞു നടന്ന ഈസയെ യേശുവാക്കുകയും അബ്രഹാമിനെ ഇബ്രാഹിമാക്കുകയും സാറയാക്കുകയും ഖുറാനിലെ മറിയനെ പിടിച്ച് ബൈബിളിലെ വിശുദ്ധ മറിയാക്കുകയും ചെയ്യുന്ന താങ്കളുടെ ഇരട്ടത്താപ്പ് പരിപാടി എന്ന് പറയുന്നത് അശുദ്ധർക്ക് പറ്റിയ പണിയാണ്, വിശുദ്ധർക്ക് പറ്റിയ പണിയല്ല. യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ പറ്റി ആരൊക്കെ എവിടൊക്കെ എന്തൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഏതേലും പുസ്തകത്തിൽ ഏതേലും ഒരുത്തിനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിലെ യേശുക്രിസ്തു അല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അല്ലാതെ അവിടുന്ന് ഇവിടുന്നു എടുത്തു വെച്ചിട്ട് കോട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനുള്ള ഒരു തൻ്റെ ഇടം വേണം. തൻ്റെ ഇടം ഇല്ലാത്തതാണ് നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം. ഇനി ഏറ്റവും വലിയ സ്നേഹത്തിലാണല്ലോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖുറാൻ്റെ അകത്തൊരു ആയത്ത് കിടപ്പുണ്ട്, 5:51. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചതേ മുസ്ലിങ്ങളെയാണ്. യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. പക്ഷെ ഇവിടെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ, ഭയങ്കര മതേതരത്വം.
അയ്യോ ക്രൈസ്തവരെന്ന് വെച്ചാൽ മതേതരത്വമാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ ഭയങ്കര മതേതരത്വം. എവിടെ മതേതരത്വം? അൻസാരി സുഹരി എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞ് നടക്കുന്നത് ഇത്രത്തോളം ഒരു പരിഹാസി ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ബൈബിളും പ്രകാരം പരിഹാസിയുടെ മകനാണല്ലോ ആരാ? ഇസ്മയിൽ. പിന്നെ ആ പാരമ്പര്യത്തിൽ നിൽക്കുന്നവർ പിന്നെ പരിഹാസമല്ലാതെ പിന്നെ എന്നാ കുന്തം പറയാലോ അല്ലേ? അത് അങ്ങനെ ഒരു വിഷയം. അവരെ പോലുള്ളവരൊക്കെ എന്തൊക്കെയാ പറയുന്നത്? ഈ തീവ്രവാദ പ്രവർത്തനത്തെ വരെ ന്യായീകരിച്ച് നടക്കുന്ന ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. അത് ഇങ്ങനെ ഒരു കുപ്പായം ഇട്ടുണ്ട്, തലേന്ന് തൊപ്പി ഊരി വെച്ച് കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം അവന് പറയാമല്ലോ. അങ്ങനെയാണല്ലോ. അപ്പൊ ഇത് ഇവിടെ പറയാണ്, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുക. അവരുടെ പ്രമാണത്തിൽ അവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അങ്ങനെ അവർക്ക് പ്രമാണം ഉണ്ടായിരിക്കെ നമ്മുടെ മുഖത്ത് നോക്കി അവർ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇവിടുന്ന് കുറെ എണ്ണം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഭയങ്കര സ്നേഹമാണ്. ലാസ്റ്റ് MDMA കഞ്ചാവും മറ്റുള്ളതും എല്ലാം ബാഗി വെച്ച് കേസിൽ പെട്ട് കഴിയുമ്പോഴത്തേനും റോഡ് സൈഡ് നിന്നുണ്ട് ഭയങ്കര മോങ്ങല. ഇക്ക എന്നെ ചതിച്ചേ, ചക്കയ്ക്ക് പണി തന്നേ, ചക്കക്കുരു എൻ്റെ ഉള്ളിലുണ്ടേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല. ഇവരെ പോലുള്ളവരാണല്ലോ രണ്ടും ഒന്നാണെന്നും പറഞ്ഞു മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. യേശു വീസ ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. സത്യമായിട്ടുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ അശുദ്ധമാക്കരുത് എൻ്റെ മാരിയ ജോസഫും കൂട്ടരോടും കൊണ്ട് പറയണം. ഈ ചിന്താഗതിയായിട്ട് നടക്കുന്ന പ്രിൻസ് ജോസഫിനോടും കൂടെയാണ് പറയുന്നത്. അവർക്ക് വേണ്ടി കുന്തം എഴുതാൻ വേണ്ടി ഇരിക്കുന്ന നിന്നോടും കൂടാണ് പറയുന്നത്. അശുദ്ധമായി കിടക്കുന്നതിനെ വിശുദ്ധമാക്കരുത്. അശുദ്ധിയിൽ കിടക്കുന്ന മനുഷ്യരെ വിശുദ്ധരാക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ അശുദ്ധിയിൽ കിടക്കുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, അവർ വിശുദ്ധരായി തീരാൻ വേണ്ടി. പിന്നെ സുവിശേഷം പറഞ്ഞു കിടക്കുന്ന സുവിശേഷം എന്താണെന്ന് അറിയാവോ മാരിയോ? അറിയാവോ? എന്നാൽ മാരിയോട് പറയാണ്, മാരിയോ സുവിശേഷം പറയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം പറയുക. സുവിശേഷത്തിൻ്റെ പേരിൽ ചാരി ഊറ്റാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ശരിയാകുകയല്ല. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഒരു ബഹുദൈവ വിശ്വാസി അശുദ്ധനാണെന്ന് വിശ്വസിക്കുന്ന ആ പുസ്തകത്തിനെ ചാരിക്കൊണ്ട് ഒരിക്കലും ക്രിസ്തീയ വിശ്വാസത്തെ ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നിട്ടില്ല എന്ന് പറയുന്ന വിശ്വാസ സംഹിതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാരിയോട് ഞാൻ പറയാം, മാരിയോ ഉള്ളിൽ കിടക്കുന്ന ആ പഴയ ജിഹാദിത്തരത്തെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കളഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് വന്നിട്ട് യേശു തന്നെയാണ് സത്യദൈവമെന്നും ഈസ എന്ന് പറയുന്നവനൊരു കള്ളനാണെന്നും അബ്രഹാം ഒരിക്കൽ ഇബ്രാഹിം അല്ലാന്നും അങ്ങനെ എല്ലാത്തിനെയും ഒരു തരം തിരിച്ച് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മാരിയോടെ പ്രശ്നം തീരും. അതുകൊണ്ട് മാരിയോട് പറയണം, മാരിയോ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകന നാഥനുമായി സ്വീകരിക്കുക. മാരിയോടും മാരിയോടെ കൂട്ടത്തിലുള്ളവരും മാരിയോടെ വിശ്വാസം തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു നടക്കുന്നവരോടും പറയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. ആ നാമത്തിൽ വിശ്വസിക്കൂ. നിങ്ങൾ എന്തിനാണ് ഈ കണ്ട ചപ്പും കണ്ട വൈക്കോലും എല്ലാം തപ്പിക്കൊണ്ട് നടക്കേണ്ട കാര്യം? സത്യമായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുക. പിന്നെ എന്തിനാണ് ഈ കള്ളത്തരമായതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട കാര്യം? അത് മറുനാടൻ ഷാജനോടും ഷാജൻ സ്കറിയോട് പറയാണ്, എൻ്റെ ഷാജൻ സ്കറിയെ പോയി പെട്ടുപോകരുത്. താങ്കളും പറയുന്നുണ്ട് അതൊക്കെ ഏകദേശം അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതും തെറ്റാണ്. താങ്കളെങ്കിലും ചിന്തിക്കുക, കുറച്ചെങ്കിലുമൊക്കെ വായനാബോധമൊക്കെ ഉണ്ടാകും. ഈ വന്ന കാലത്ത് ഇത്രയും സോഷ്യൽ മീഡിയ വഴി ഇത്രയും കാര്യങ്ങളിലൂടെ ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞിട്ടും പുസ്തകങ്ങൾ ഇറക്കിയിട്ടും കത്തോലിക്ക സഭക്കാർ തന്നെ ഇതിനെ വെച്ചുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ട് പോലും നിങ്ങളതൊന്നും വായിക്കാതെ മനസ്സിലാക്കാതെ ഇരുന്ന് ഇങ്ങനെ പോകുന്നതിൽ എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ എന്നെ കേട്ടവരോട് പറയാണ്, ഇത്തരം ചാരി ഊറ്റബിളിൽ പോയി നിങ്ങൾ പെട്ടുപോകരുത്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക. ജീവനുള്ള ദൈവമായ ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ നടക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കും.